അല്ല ഞങ്ങൾക്ക് പാവങ്ങൾ നിങ്ങൾക്ക് വലിയ ആൾക്കാരെ എനിക്കിപ്പോ ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട് അല്ലേ കാണാൻ. അത്രേ ഉള്ളൂ. നമ്മുടെ ടിനി ടോമിന്റെ ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണും. നമ്മൾ ഇച്ചിരി ലേറ്റായി. ഇന്നലെ മുതൽ ഭയങ്കര തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ്റെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും പൊക്കിക്കൊണ്ട് വരുവാണ്. ആരെ? നമ്മുടെ ടിനിയണ്ണൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാ, നമുക്ക് ഇച്ചിരി നേരവും കാര്യം സമയം ഇല്ലാതായി പോയില്ലേ. ഇപ്പം കുറച്ച് നാൾക്ക് മുമ്പ് ഈ പറയുന്ന ആദില നൂറെ ഈ പറയുന്ന ഫൈസൽ മലബാർ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ദേ കിടക്കുന്നത് ഇവർ വന്നതിന് ശേഷം കമന്റ് ബോക്സിൽ കിടന്നിട്ട് കുറേ തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ പുള്ളിക്കാരൻ ഈ നാട്ടുകാരുടെ തെരുവിളിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് പുള്ളി എന്തെടുത്തുകൊണ്ട് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങ് പോയിടുകയൊക്കെ ചെയ്തു. ഇവരെ നമ്മൾ ക്ഷണിച്ചിട്ടല്ല വന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പുള്ളിയുടെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തു. ഇതേ കിടക്കുന്നു. അതിൻ്റെ താഴെ നമ്മുടെ അണ്ണൻ ടിനി ടോം, അയ്യോ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അണ്ണൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ എല്ലാം തികഞ്ഞ വ്യക്തികളാണല്ലോ. അവരവിടെ വന്ന് അപ്പം ആ പോസ്റ്റിൻ്റെ താഴെ അണ്ണൻ്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നണ്ണ സംബന്ധിച്ചിരിക്കുന്ന ഒരു കമന്റ് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. വിത്ത് യു ഓൾവേസ് ഇക്ക എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ താഴെയാണ് ഇപ്പം നമ്മൾ തുടക്കം വോയിസ് കേട്ട നമ്മുടെ പ്രിൻസ് ഏട്ടൻ വന്നിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തത്. ഓക്കെ, ടിനി ടോം. അപ്പോൾ അതിൻ്റെ താഴെ ഇട്ട ടിനി ടോം, താൻ ആദ്യം ഇതിനെക്കുറിച്ച് സ്വന്തം നിലപാട് പറയണോ. മുന്തിയവന്മാരുടെ ചെരുപ്പ് നക്കാൻ പോകാത്ത മിമിക്രിക്കാരുടെ ബോഡി ഷേമിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത് പെണ്ണിനോട് കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞ അവനല്ലേ നീ എന്നും പറഞ്ഞിട്ട് പുള്ളി കയറി കമൻറ്റ് ഇട്ട്. അതിൻ്റെ കാര്യം നമ്മുടെ ടിനിയണ്ണം വന്നിട്ട് അടുത്ത കമൻറ്റ്, ഡിയർ പ്ലീസ് കം സ്റ്റാൻഡേർഡ് ടോക്ക് ടു മീ യുവർ വേർഡ്സ് സേ യുവർ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ വന്നിട്ട് അണ്ണൻ്റെ കുറേ ഇംഗ്ലീഷിലെ കമൻറ്റ്. അപ്പോൾ ഇതിനും പുള്ളി കുറച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവസാനം ഇവർ പേഴ്സണലി വിളിച്ച് സംസാരവും കാര്യങ്ങളൊക്കെ. അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ അടിച്ചങ്ങ് കളഞ്ഞു. ഇവനങ്ങ് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ചാനൽ മാറ്റുക എന്ന് പറയും. അതിനുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇവൻ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ആണുങ്ങളായ നേരെ പോകും. അതാണ് അന്തസ്സുള്ള ആണുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിൻ്റെ ഇതാണ് പുള്ളിയുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ. പുള്ളിയുടെ ഒരു ചാനൽ തന്നെ അടിച്ച് കളയൊക്കെ ചെയ്ത്. എന്നിട്ട് പിന്നെ പേഴ്സണലി ഇപ്പോൾ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത്, പ്ലീസ് ഗിവ് യുവർ ഫോൺ നമ്പർ പ്ലീസ്. എന്തിനാ ബുദ്ധിമുട്ടുന്നത്, നിങ്ങൾ നമ്പർ ഇതാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, പേടിക്കേണ്ട ഡിയർ, ജസ്റ്റ് ഫോർ എ ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ നമ്പർ ഈസ് വിത്ത് എവരി വൺ. ഓക്കെ, മാസ് കാണിച്ചതാണ്. അവസാനം കോമഡി പീസ് ആയിപ്പോലോ. ഓക്കെ, അവസാനം രണ്ടും കൂടെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് തരാം. ഞാനൊരു കാര്യം പറയാം, ഒരുപാട് കേസ് കേട്ടുണ്ട്. ടിനിയുടെ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കേസ് കേട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചെറിയൊരു തെറ്റ് കാര്യങ്ങൾ ആ പെണ്ണ് അൻസീബ കണ്ടുപിടിച്ച്, ആ തെറ്റെല്ലാം കണ്ടുപിടിച്ചപ്പോൾ ഇവർക്ക് ഇത്രമാത്രം പൊള്ളാൻ എന്താണ്, ഞാനത് ആലോചിക്കുന്നത്. അപ്പം ഈ നിൽക്കുന്ന ഈ യൂട്യൂബറിൻ്റെ അവസ്ഥ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാനൽ ഇന്ത്യയിൽ നിന്ന് തന്നെ മാറ്റി അൻസിബയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് കമൻറ്റ് ഇടുക. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ കമൻറ്റ് ഇടുക. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ദേവി ചെയ്ത് ഞാൻ പറയുകയാണ്, നിങ്ങളാരും ഷെയർ ചെയ്യാനൊന്നുമില്ല. ഞാനീ പറയുന്ന ലൈക്ക് അടിക്കുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അത് പരമാവധി ആൾക്കാരുടെ തെറ്റും കൂടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ജസ്റ്റിസ് ഫോർ അൻസിബ, നിങ്ങൾക്ക് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളെ കൊണ്ട്, ഈ കാണുന്ന പ്രേക്ഷകരെ കൊണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യുന്ന അത്ര മാത്രമേ ഉള്ളൂ. മലയാളിയുടെ പവർ എന്താണെന്ന് ഈ തൊട്ടടുത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വന്നപ്പോൾ തന്നെ ഇന്ന ആൾ മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടുത്തെ മലയാളികൾ. വി.ഡി. സതീശൻ മതി എന്ന് പറഞ്ഞാണ്. അത് ഏത് പാർട്ടിയാണെങ്കിലും ശരി, എല്ലാവരും വീഡിയോ മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക, ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കമൻറ്റ് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി കുറച്ച് അപ്ഡേറ്റും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊണ്ടുതരാം. ഇത് നമ്മുടെ ബിച്ചു ചേട്ടൻ കൊണ്ടുവന്നതാണ്. ഇത് പിന്നെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തേക്കുക, ലൈക്ക് അടിച്ച് നമുക്ക് ഇന്ന് വീഡിയോ കാണാം. മലബാർ ഗോൾഡ് വിഷയത്തിൽ ഇപ്പൊ പൈസ അയക്കാൻ മലബാർ വന്നു ഒരു മെഴുകിയ തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിൽ അവിടെ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തൊട്ടും തൊടാതെ ആൾക്കാരുടെ പൊങ്കാലയെല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ പുള്ളി ഒരു മാപ്പ് പറച്ചിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മിമിക്രി താരങ്ങളുടെ തലതൊട്ടപ്പനായ അപ്പോസ്തലൻ ടിനി ടോം എല്ലാ വള്ളിക്കെട്ടും ചാടിപ്പിടിക്കുന്ന ടീമാണ്. ഇവിടെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, വിത്ത് യു ഓൾവേസ് ഇക്ക. വിത്ത് യു ഓൾവേസ് ഇക്ക. എന്നിട്ട് ഇക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ റിയൽ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഇതാണ് മനുഷ്യത്വം. അപ്പൊ ടിനി ടോമിന് ഞാനൊരു മറുപടി കൊടുത്തത്, നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറ. മുന്തിയവന്മാരുടെ ചെരുപ്പ് നക്കാൻ നോക്കാതെ മിമിക്രിക്കാരുടെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെങ്കിൽ കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞ സംസ്കാര സമ്പന്ന ടീമല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞായിട്ട് കമന്റ് ഇട്ടു. അണ്ണൻ അത് പിടിച്ചില്ല. അണ്ണൻ പറഞ്ഞു, ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോക്ക് ടു മീ. അതായത് പുള്ളിയുടെ നേരിട്ട് സംസാരിക്കാൻ പറയും. ഇത് പുള്ളിയുടെ സ്ഥിരം നമ്പരാ. പുള്ളി ആര് വിമർശിച്ച് കമന്റ് ഇട്ടാലും അപ്പൊ തന്നെ അവർ ഇൻബോക്സിൽ ചെല്ലുക,
നിന്റെ നമ്പർ കാണാം, ഞാൻ വിളിക്കട്ടെ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് നമ്പർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്റെ ഇൻബോക്സിൽ വന്ന് പുള്ളി നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സോ ഫേസ്ബുക്കിൽ പുള്ളി എന്നെ ഇപ്പൊ വിളിച്ചത്. ഇനിയാണ് അണ്ണന്റെ സംസാരവും കാര്യങ്ങളൊക്കെ. നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. ഞാൻ കേൾക്കരുത്. ഞാൻ ആലോചിച്ച് പോയെന്ന് വെച്ചാൽ ഇവൻ ഇത്ര നാറിയായിരുന്നു എന്ന് പോലും ആലോചിച്ച് പോയൊരു നിമിഷമുണ്ട്. കാരണം ഒരു സ്റ്റാൻഡേർഡ് കാണിച്ചു പോയിട്ട് ഒരുമാതിരി തൊട്ടിയായിട്ട് തിരിച്ചു വന്നെന്ന് പറയാം. പിന്നെ ഒരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നു ടിനി ടോമേ, നിങ്ങൾക്ക് അത് നേരിടാനുള്ള തൻ്റെ ഇടം വേണം. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഇടയ്ക്ക് അഞ്ജലി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഇലക്ഷൻ ചെയ്ത് ചക്ക, ഇത് ഞങ്ങളുടെ MLA ഇതൊക്കെ ഈ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് താൻ കാണിക്കുന്നതിന് തനിക്ക് കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ തൻ്റെ ഭാഗത്ത് നിങ്ങൾ തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വിമർശിച്ചെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുത്തൻ്റെ ചാനൽ കളയുവാണെങ്കിൽ നീ എത്രമാത്രം ക്രൂരനാണെന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നേരെ വാ നേരെ പോ, ആണുങ്ങൾക്ക് അതാ പറ്റിയ പരിപാടി. അല്ല ചാനലൊക്കെ കളയുന്ന ആണത്തം ഇല്ലാത്തവർക്ക്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അണ്ണം പറ. എന്തോ പറയേണ്ടത്? നിങ്ങളല്ലേ ഇവൻ പോകുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആലപ്പുഴ എന്തിനാ ആരും പറഞ്ഞു പറയാം? നിങ്ങൾക്ക് സംസാരിച്ചൊക്കെ പറയാം. നമ്മൾ അങ്ങനെ സെലിബ്രിറ്റീസുകളെ കാണാൻ വേണ്ടി പുറകെ നടക്കുന്ന ആൾക്കാരല്ല. പറഞ്ഞു നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, വലിയ 7K ഫോളോവേഴ്സുള്ള ആൾക്കാർ. നേരിട്ട് പരിചയപ്പെടാൻ നമ്മളല്ലല്ലോ, നമ്മളത്തെ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളല്ലേ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോൾ പറയുന്നത് നിന്നെ ആരറിയോടാ, 10 പേരറിയോ 50 പേരറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് പാവങ്ങൾ, നിങ്ങൾക്ക് വലിയ ആൾക്കാര്. ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട് അല്ലേ, കാണാൻ പരിചയപ്പെടാൻ ആളുകളൊന്നുമില്ല. ഓ അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഈ സെലിബ്രിറ്റീസുകളുടെ പുറകെ നടക്കാറില്ല. മോൻ പറ, മോൻ വിളിച്ച കാര്യം പറ. അല്ല, അവിടെ എനിക്ക് ആലപ്പുഴയ്ക്ക് ഉണ്ട്. അപ്പൊ പുള്ളിയൊക്കെ പറഞ്ഞ എവിടെയെന്ന് വന്നാൽ നമുക്ക് കാണാം, നേരിട്ട് പരിചയപ്പെടാനാണ്. എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ല മിസ്റ്റർ. അല്ലെന്നേ, എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കമ്പനി ചെയ്യുന്നേ? ഇവിടെ ഒളിച്ചിരിക്കാനല്ലോ, പബ്ലിക്കായിട്ടല്ലേ വന്നത് എന്തോ റിപ്ലൈ തന്നേക്കുന്നത്. ഒളിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഫേക്ക് ഐഡിക്കകത്ത് കിട്ടാൻ പോരെ. നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നത്? ഞാൻ ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേ. ഒന്നും ചെയ്യാനില്ല സാറേ, നേരിട്ട് കണ്ടെന്ന് കൈ തരാൻ വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ട് പഠിക്കുമല്ലേ? നിങ്ങൾ കോപ്പി അടിക്കാൻ എടുക്കാനല്ലേ? അതുകൊണ്ടല്ലേ ബാക്കിയുള്ളവരെല്ലാവരെയും അനുകരിക്കുന്നത്. നല്ല ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, പെരുപ്പൊക്കെ നക്കി നടക്കുന്നവരാണ്. ഞാൻ മര്യാദയ്ക്ക് നിങ്ങളുടെ ഞാൻ ചോദിച്ചു, ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്നാ അത് പറ. അതാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറ. കൊടി ഇതുണ്ടോ? നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് പണി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതിന്റെ പേര് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറ്റയ്ക്ക് പറഞ്ഞല്ലോ. അല്ല, അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് കഴിഞ്ഞോണ ഒരു 7 ലൈക്കുള്ള ഒരു കമന്റ് ഇട്ട പയ്യനെ വിളിച്ച് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാ മിസ്റ്റർ. കേട്ടാ, ഞാൻ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാ. അപ്പൊ പണി തന്നാലും പണി കിട്ടൂല. എങ്ങോട്ടാണ് ഫോളോവേഴ്സുള്ള ആൾക്കാരില്ല, അപ്പൊ പരിചയപ്പെടാൻ വേണ്ടിയാ. ഓ, നിങ്ങൾക്ക് വിളിച്ചതിന്റെ കാര്യം പറ. ഫോൺ നമ്പർ മേടിക്കാനാണോ ഇത്ര നേരം വിളിച്ചോണ്ടിരിക്കുന്നത്? തെറി പറയാനുള്ള സാധനം ഇട്ട് വന്ന ആൾക്കാർ തെറി പറയും. നിങ്ങൾ ആരാ? വിമർശനാതീതം വല്ലതാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും? കാര്യം പറയാം. നിങ്ങൾ എന്താ നിങ്ങൾക്ക് വല്ല പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകും. നിങ്ങളോട് ഞാൻ ഓക്കെ അല്ല സാറേ, സാറിനോട് ഞാൻ മാന്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആദില നൂറ വിഷയത്തിൽ നിങ്ങൾ വലിയ ആൾക്കാരെ, നിങ്ങളെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ അത് തന്നെ എടുത്തെടുത്ത് ചോദിക്കുക. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ തന്നെ ഞാൻ പറയാം. ആദ്യം പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് ജീവിക്കും, കുറ്റം പറയാം, അപ്പൊ താൻ നന്നാവും. അപ്പൊ തനിക്ക് ഗുണങ്ങൾ വരും. ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ. ഞങ്ങൾക്ക് നിങ്ങളെ താങ്ങിയിട്ടുള്ള ഗുണം വേണ്ട. തലമുറയ്ക്ക് വരെ ശാപം കിട്ടും. ശാപം എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അടുത്ത പറ. അടുത്ത പറ. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളോട് ഞാൻ മര്യാദ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ നിലപാടെന്ന് പറ. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? അപ്പൊ നിങ്ങൾ പോയി ആ മറ്റേ ഇക്കൊപ്പം ചക്കൊപ്പം എന്ന് പറഞ്ഞത് ആരാ? മോൻ പറയടാ, നീ പറയടാ മോനെ, നീ പറ. കേട്ടോണ്ടിരിക്കുവേ. അയ്യോ വേണ്ട, നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ പുറകെ നടക്കുന്നവരല്ല. അത്രയ്ക്ക് ഗതികേടില്ല, അത്രയ്ക്ക് ഗതികെട്ടിരിക്കുമല്ല. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ചെരുപ്പ് നോക്കിയുള്ള പാവങ്ങൾ പിച്ചക്കാരാണ്. ഇപ്പൊ നിങ്ങളുടെ കമന്റ് അല്ല, നിങ്ങളിപ്പോ പറയുന്നത് മനസ്സിലായില്ല. ആദില നൂറ ആ വിഷയത്തിൽ നിങ്ങളെ എന്താ ചോദിച്ചത്? നിങ്ങൾക്ക്
ആദില നൂറയുടെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം എന്തായിരുന്നെന്ന്. ബി വന്ന സമയത്താണെങ്കിൽ പോലും അവരെ ജനങ്ങൾ ഒരുപാട് ഏറ്റെടുത്തതാണ്. തുടക്കം ശരിക്കും ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ഇവരുടെ ക്യാരക്ടറിന് എന്തോ മാറ്റങ്ങൾ ഒക്കെ വന്ന് ഈ ഇഷ്ടപ്പെട്ട ജനങ്ങൾ തന്നെ അവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം അവരുടെ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയത്തില്ല, ആദിലയുടെ സ്വഭാവം കൊണ്ടാണെന്ന് തോന്നുന്നു കുറേയൊക്കെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡൊക്കെ വെച്ച ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ബിബിയിലാണ്. അത് കഴിഞ്ഞ് ബിബിന്ന് പുറത്തായതിനു ശേഷവും അനുമോളുടെ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഇച്ചിരി കൂടി ഇതുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ വെച്ചിട്ടാണ് കുറേ ആൾക്കാർ കമന്റ് ഇട്ടത്, ഇവരൊക്കെ എന്തിനാണ് ക്ഷണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇവൻ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. ഇവൻ എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് പോയി കമന്റ് ഇടാൻ പോയത്? അപ്പോൾ തന്നെ ഇയാൾ ഏത് ക്ലാസ് ടീമാണെന്ന് മനസ്സിലായില്ലേ? സാക്ഷാൽ ലാലേട്ടൻ, ഇവരൊക്കെ ആരാധിക്കുന്ന ലാലേട്ടൻ വരെ പറഞ്ഞു അത് വീട്ടിലോട്ട് കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ കയറ്റാം എന്നുള്ള രീതിയിൽ സംസാരിച്ചല്ലോ. പക്ഷെ ഇയാൾ എന്തുകൊണ്ട് ഇപ്പം ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അന്ന് അവരെ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെ ഇപ്പം ഇവനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക. നിങ്ങൾക്ക് പറയാനുള്ള തന്റേടമില്ല, നിങ്ങൾക്ക് ഒരു നിലപാട് പറയാനുള്ള തന്റേടമില്ലെങ്കിൽ പിന്നെ കുണുകുണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തോ കാര്യമാണ്. എനിക്ക് എന്റേതായ നിലപാട്, എനിക്ക് എല്ലാവരെ കുറിച്ച് നിലപാട് പറയാൻ കുറിച്ച് പറയാം, സാറിനെ കുറിച്ച് പറയാം. സാർ അടിപൊളിയോ? അയ്യോ, എന്നെ കുറിച്ച് പറയണ്ട, നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയാം. നിങ്ങൾ വന്നിട്ട് എന്തും നടന്നാലും നിൽക്കപ്പം എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എന്റെ ഇഷ്ടമാണ്, എനിക്ക് നിലപാട്, ഞാൻ നിലപാട് പറയാൻ നടക്കുന്ന നിലപാടിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. അയ്യോ, നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും നിലപാടുണ്ടല്ലോ. ബാക്കി എല്ലാത്തിനും നിലപാടുള്ള ആളാണല്ലോ. You just speak about humanity and അയ്യോ, ഹ്യൂമാനിറ്റി പറയുന്ന ആളുടെ മുഖം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കി കാണാമായിരുന്നു. അയ്യോ, കുടുംബത്തിൽ പറയുന്ന സ്ത്രീകൾ അല്ലല്ലോ, അല്ല മോനെ, ഈ ചാരിറ്റിയുടെ കാർഡ് ഇറക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നിങ്ങൾ ആരാ? അത് ഞങ്ങൾക്ക് പ്രദർശിപ്പിച്ചു. ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ഇനി വരവല്ലോണ്ടാ? അടുത്ത വല്ല പുതിയ ചാപ്പ വല്ലോ? മോൻ നന്മപരമല്ലേ? മോൻ പിന്നീട്ടോ മോൻ എപ്പോഴും നന്മപരമല്ലേ? സംസ്കാരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള്. അയ്യോ, നീ അയ്യോ, മോൻ ചെയ്തതിന്റെ ഒക്കെ റെക്കോർഡ് ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. പെണ്ണുങ്ങളോട് പറയാ, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ നീയൊക്കെ കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞത് ശരിയാ. ഭയങ്കര സംസ്കാരമുള്ളവരെ അല്ലേ? പിന്നെ തൊട്ട് മുമ്പേ പിന്നെ ഒരു 7 കമന്റ് ലൈക്ക് ഉള്ള ഒരുത്തന്നെ വിളിച്ചിട്ട് നീ നശിച്ചു കാണുമ്പോ ഞാൻ നിന്നെ വന്ന് കണ്ടോളാടാ എന്ന് പറയുന്നതും തങ്ങളുടെ സംസ്കാര ശൂന്യതയായിരുന്നു അല്ലേ? ഇങ്ങനെ അടിച്ചണ്ണാക്കി കൊടുക്കുവാണല്ലോ എന്റെ. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ ഇദ്ദേഹത്തിന്റെ ചാനല് അടിച്ചു കളഞ്ഞൊരു വ്യക്തിയാണ്, ഇന്ത്യയിൽ നിന്ന് തന്നെ മാറ്റിച്ച്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവന് കർമ്മ ഉണ്ടോണ്ടല്ലോ ഇവൻ ഇപ്പൊ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉൾപ്പെടെ ആൾക്കാർ കുത്തിപ്പോക്കുകൊണ്ട് വരുവാണെങ്കിൽ ഇവൻ ചെയ്ത ഓരോ പോക്കരത്തരത്തിനാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ന് കാണും. ഞാൻ ഓരോ വർഷവും എന്റെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് വന്ന് കാണും. മോൻ വളർന്നു എവിടം വരെ വളരും വന്നിട്ട് ഈ ഏതാ എല്ലാ നടന്മാരുടെയും ശബ്ദം സ്വന്തമായിട്ട് എടുത്ത് വളരുന്നതിന്റെ കാര്യമാണോ ഈ പറയുന്നത്? നീ എന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണ്ടല്ലോ, എന്റെ ആരാധകനാണല്ലോ. അയ്യോ, അത്രയ്ക്ക് ഗതികേടില്ല മോനെ. നമുക്ക് കാണാൻ ആലപ്പുഴയിൽ വരൂലേ? വിളിച്ചാ വരൂലേ? എവിടെ? നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അയ്യോ, ഒരു ചായ കുടിക്കാനുള്ള കാശൊക്കെ എന്റെ ഉണ്ട് മോനെ. ഈ മറ്റേ ഓശാരം സ്വീകരിക്കുന്ന പതിവ് നമുക്കില്ല, അതറിയത്തില്ലേ? അത് നിങ്ങൾ വല്ല അതെ അത് ഈ ആൾക്കാരെ ഈ കാശുള്ളവരെ സൂചിപ്പിച്ച് നിൽക്കുന്ന സിനിമാക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആ പരിപാടി എന്ത് ചെയ്യാനാ? ആകെ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചെയ്തിട്ട് ഞാൻ ഇല്ലാണ്ടായി പോയി. സത്യം. അയ്യോ, അതുകൊണ്ട് പാവത്തിന് കാശില്ല. അയ്യോ, സ്വന്തം ഇതാണ് നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ, വേറെ ആരും ചിരിക്കുന്നില്ല. അതുകൊണ്ടാണ് വളർന്നു പോയത്. എവിടെ വരെ വളർന്നു പോയത്? നിങ്ങൾ ഈ വളർച്ച നിങ്ങൾക്ക് വിഷയത്തിന് എന്താ? ഫോളോവേഴ്സിന്റെ എണ്ണമാണോ? അല്ല അല്ലെന്ന് മോനെ അയ്യോ, സിനിമ എന്താ ഇത്ര വലിയ പൊണ്ണക്കാര്യമാണോ? സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ്, അതൊരു വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ എന്താ നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങളൊരു സിനിമാ നടനാണ്, അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാണെന്നാണോ നിങ്ങളുടെ വിചാരം? നീ വലിയ ആളാണ് അറിയൂ, അതുകൊണ്ട് ആരാധനമൊക്കെ വിളിച്ചാണ്. എന്തായാലും ഓട്ടോഗ്രാഫ് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ എന്നാ ചേട്ടൻ തരാം കേട്ടോ മോനെ. എനിക്ക് കാണണം. കൃപാസനത്തിൽ വെച്ച് കാണാൻ മോനെ. കൃപാസനത്തിൽ വല്ല പത്രം മേടിച്ച് ചവച്ച് തിന്നാൻ വരുമ്പോ അങ്ങനെ കണ്ടാ പോരെ? ഞാൻ വന്ന് കണ്ടോളാം. ഓ, അല്ലെങ്കിൽ അവിടെ പോയി ഉടമ്പടി എടുക്കണ്ടേ? എന്നെ എത്രയും പെട്ടെന്ന് കണ്ടു വിട്ടെന്ന് പറഞ്ഞ് മോൻ പോയി ഉടമ്പടി എടുക്കും, അപ്പൊ പ്രശ്നം തീരും. എടുക്കും. അതായിരിക്കും നല്ലത്. മോന് പറഞ്ഞിട്ടുള്ള പരിപാടി ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ട് ഞാൻ എന്താണ് തകർന്ന് തരിപ്പോയി പോയാ? എന്ത്
ഞാൻ തകർന്ന് തരിപ്പണമായി പോയോ? അയ്യോ, തൊലിക്കട്ടിയുള്ള ഒരു തകരുവോ? കൊള്ളാം. താങ്കൾ പറഞ്ഞ പിടിച്ച മുയലിന് 5 കൊമ്പാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നടക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് മനുഷ്യ തകരുന്നത്? 10 പൈസ ഉണ്ടാക്കാൻ നോക്കടാ. പിന്നെ എന്റെ വീട്ടിൽ നീയാണോ ചെലവിന് കൊടുക്കുന്നത്? പിന്നെ എന്റെ വീട്ടിൽ നീയാണോ ചെലവിന് കൊടുക്കുന്നത്? എല്ലാവരും തെറി പറഞ്ഞു. എടാ, പിന്നെ നീ എന്റെ വീട്ടിൽ പിന്നെ നീയാണോ ചെലവിന് കൊടുക്കുന്നേ? അയ്യോ അയ്യോ. പിന്നെ വെച്ചിട്ട് മതി ഇങ്ങനെ ഒരു പാഷാണത്തെ കൃമി പിടിച്ചവൻ, സമ്മതിക്കണം. അവസാനം പറഞ്ഞു വെച്ചത് ഞാൻ ഇക്കയോടൊപ്പമാണ്, എന്താണെങ്കിലും ഞാൻ ഇക്കയോടൊപ്പമാണെന്ന് പറഞ്ഞു. ഇവനൊക്കെയാണ് മനുഷ്യപ്പറ്റിന്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ പറഞ്ഞു. എന്നിട്ട് എന്റെ ചോദിച്ചു, നീ എന്തൊക്കെ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. പുള്ളിയുടെ സ്ഥിരം നമ്പർ പഴയത്. ചാരിറ്റി ചെയ്യുന്നുണ്ടോ, നീ ആൾക്കാരെ സഹായിക്കുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ? ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ആനി ഭയങ്കര എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ ടിനി ടോമിന്റെ സ്റ്റൈൽ എടുത്ത കേട്ടോ, ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പൊക്കിപ്പിടുത്ത് നോക്കി ഉണ്ടാകുന്നത് കിടങ്ങൻ ചെയ്യുന്നുണ്ടോ. പുള്ളി സെലിബ്രിറ്റിയാണ് പോലും, പുള്ളിയുടെ വളർച്ച മുകളിലോട്ടാണ് പോലും. പുള്ളി വിദേശത്ത് ഭയങ്കര ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട് പോലും. പിന്നെന്താ, വിമർശനങ്ങൾക്ക് ഉണ്ടായിട്ട് ഞാൻ വളർന്നു പൊക്കോണ്ടിരിക്കുമെന്ന്. എന്താണ് ഈ വളർച്ചയെന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഫോളോവേഴ്സ് ആണ്, പുള്ളിക്ക് 370K 317K അവരുടെ ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് തോന്നുന്നു പുള്ളി ഈ വളർച്ച ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾ നാറി പൊക്കോണ്ടിരിക്കുമല്ലേ ഈ ഒരു മനുഷ്യൻ. നാറി ഒരാൾക്ക് പോലും ഇയാളെ കണ്ടെടുത്താൽ കണ്ടുകൂടാം. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ സത്യമായിരിക്കും ആ അൻസിബയുടെ കാര്യത്തിൽ. സത്യമായിരിക്കും എന്നല്ല, സത്യം തന്നെയാണ്. ജിഹാദി അത് ഇത് മറ്റേത് ജാതി മതത്തിന്റെ ഒക്കെ പേരും പറഞ്ഞിട്ട് ആ പെണ്ണിനെ എല്ലാവരും കൂടെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നത് അവരായിട്ടാണ് ഇത്രയും ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇവനെതിരായപ്പം കണ്ടില്ലേ ഓരോരുത്തർ. ഇപ്പം ഒരു കാര്യം ഞാൻ തുറന്നു പറയും, ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഒരു കേസ് ആയിട്ട് ഇവന്റെ ചാനൽ അടിച്ചു കളഞ്ഞു. ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇവന് എതിരെ സംസാരിക്കുന്നുണ്ട്. ഇനി ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാൻ പറ്റത്തില്ല. ഇത് നീ അടിച്ചു കളഞ്ഞാൽ നീ നാണം കടത്തേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഉറപ്പായിട്ടും തൻ്റെ ഒരു നല്ലൊരു പടം കണ്ടാൽ പോലും ആൾക്കാർ കയറൂല, മോശമേ പറയത്തുള്ളൂ, അത് ഉറപ്പാണ്. കളിയാക്കുന്നു നിങ്ങൾ 7K ഫോളോവേഴ്സ് മാത്രമുള്ള ആരും നോക്കി നീ ഫോളോവേഴ്സിനെ. പുള്ളിയുടെ വിചാരം ഈ ആൾക്കാരുടെ ഫോളോഷിപ്പ് കാണുന്നതാണ് എന്തോ വലിയൊരു വളർച്ച എന്നാണ് പുള്ളിയുടെ വിചാരം. ഇത് പണ്ട് നമ്മുടെ ഗായത്രി ഹേമ സുരേഷിനെതിരെ പുള്ളി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയാണെങ്കിൽ നീ വല്ല കുക്കറി ഷോ ചെയ്ത് ജീവിക്കണം. അപ്പൊ അത്യാവശ്യം നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകാതിരിക്കുന്നത് നല്ലത്. ഇത്ര പേര് കുക്കറി ഷോ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത്. മിമിക്രിക്കാരെ ബോഡി ഷേമിംഗ് നടത്തുന്നതിനെ കുറിച്ച് വീഡിയോ ഇറക്കിയ എന്റെ പേരിൽ അന്ന് ഗായത്രി ഹേമ സുരേഷിനെതിരെ ഇതുപോലെ തന്നെ ടിനി ടോം വന്ന് ഒരു ഇന്റർവ്യൂ വരെ കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നെയും ഒരു സംഭവം ഉണ്ടായി. ഏതോ ഒരു 7 ലൈക്ക് കിട്ടിയ ഒരു കമന്റ് ഇട്ട ചേർക്കാൻ അവൻ ഇത്രേ പറഞ്ഞോളൂ. ഇവനെന്തോ ഒരു കോപ്രായം കാണിച്ചൊരു വീഡിയോ ഇട്ടു. അപ്പം താഴെ ചെന്നിട്ട് അവൻ കമന്റ് ചെയ്തോ, ഇത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കണമെന്നായിരിക്കും താങ്കൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവന്റെ ഇൻബോക്സിൽ മെസ്സേജ് പോയി, ഗീവ് യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് പറയുന്ന എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്റെ പൊന്നിപ്പോ ഒരു കമന്റ് സോഷ്യൽ മീഡിയ അല്ലേ എന്റെ ചേട്ടാ, എനിക്ക് ആരെ അറിയിക്കേണ്ട ആവശ്യമില്ല. കമന്റ് ഞാൻ ഇങ്ങിടും എന്ന് വെച്ചാൽ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഉണ്ടെങ്കിൽ കുഴപ്പം. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടോ, നീ ഞാൻ കാണിക്കുമ്പോൾ നീ തോലിക്കണ്ട. എന്തായാലും ഓരോ പ്രശ്നമാണ്. അത് തന്റെ അങ്ങോട്ട് പോകാനൊന്നുമില്ല. നിനക്ക് അതാണ് നാണം കെട്ടവനാണ് നീ. താനം കേട്ടോ, തന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി. തന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി. അതെ, ഞാൻ ഒരു കാര്യം, ഞാൻ കമന്റ് ഇഞ്ഞിടും. ഞാൻ കമന്റ് ഇഞ്ഞിടും. ഇത് എന്ത് ഒന്ന് നേരിട്ട് എന്റെ മുമ്പിൽ വാ, എന്റെ കൈപ്പാങ്ങിനൊന്ന് വാ. കൈപ്പാങ്ങിന് വന്നാൽ എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോകും. നീയൊന്നും നശിച്ചു കാണാൻ സംബന്ധിക്കാൻ വന്ന് വേണമെന്നില്ല. എന്റെ പൊന്നിപ്പോ ഒരു കുരിച്ചു വരച്ചേക്കാം. ഇവന്മാരെ പോലുള്ളവന്മാരെ ഈ കപട മുതലക്കണ്ണീരൊഴുക്കുന്ന കപട ബുദ്ധിജീവികളോടൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളൂ. അതിലെ നൂറെ ഓൾറെഡി അതിനുള്ളൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ടിനി ടോമിനോടും പറയാനുള്ളത്. ജാതി മതം ലിംഗഭേദം എന്നിവയുടെ കണ്ണിലൂടെയല്ല എല്ലാവരെയും മനുഷ്യരായി കാണുക. മനുഷ്യത്വവും ബഹുമാനവും എപ്പോഴും ഒന്നാമതായി ഉണ്ടാകണം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അതല്ല മനുഷ്യത്വം. അത് മാത്രമല്ല മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുന്നതും മനുഷ്യത്വത്തിൽപ്പെട്ടത് തന്നെയാണ്. ഞാൻ ചോദിച്ചാൽ വീണ്ടും എടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞൂടെ? നിങ്ങൾ കൂട്ടുകാരനാണ്, 20 കൊല്ലം പരിചയമുള്ള ആളാണെന്ന് പറയുന്നത്, എന്നാൽ അയാളുടെ മുഖത്ത് നോക്കി പറയണം. അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറയണം, നിങ്ങൾ കാണിച്ച തെറ്റാണ്, മോശമായി പോയി എന്ന് പറയണം. എന്നിട്ട് ഇരയാക്കപ്പെട്ടവരെടുത്ത് പറയണം, നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയണം. ഇതുപോലെ നട്ടലിനുറപ്പില്ലാത്തവന്മാരൊക്കെയാണ് പറഞ്ഞ കാര്യം. അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഇത് വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ വെറുതെ എന്തിനാ നമ്മൾ സംസാരിച്ച് വെറുതെ ഇതാക്കുന്നത്. കാരണം അന്ന് അദ്ദേഹം സംസാരിച്ചപ്പം അദ്ദേഹത്തിന്റെ ചാനൽ പോലും ഇല്ലാണ്ടാക്കിയ വ്യക്തികളാണ്. ഇത് ദൈവം അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തതാണ്. അത് അദ്ദേഹം തന്നെ മുതലാക്കട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഐ ലവ് യു ഓൾ.